ക്രിസ്തുവിൽ പുതുസൃഷ്ടി എന്നതാണ് നോമ്പിൻ്റെ 3-ാം ദിനത്തിലെ ചിന്ത. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗമാണ് ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. യേശുവും നിക്കോദെമോസും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ ഭാഗത്ത് വിവരിക്കുന്നു. ആത്മീയ തീക്ഷ്ണതയുള്ള ഒരു പരീശൻ എന്ന നിലയിൽ യേശുവിൽ നിന്ന് പുതിയ ഉൾക്കാഴ്ചകൾ പ്രതീക്ഷിച്ചാണ് നിക്കോദെമോസ് യേശുവിൻ്റെ അടുത്തേക്ക് എത്തിയത്. എന്നാൽ വീണ്ടും ജനനം പ്രാപിക്കണം എന്ന് യേശു ഉപദേശിക്കുന്നു. ഇത് നിക്കോദെമോസിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം പഴയതിനെ ഉപേക്ഷിക്കുവാൻ അവന് മനസ്സായില്ല. വീണ്ടും ജനനത്തിന് വലിയ വില കൊടുക്കണമെന്ന് നിക്കോദെമോസിന് ബോധ്യപ്പെട്ടു. യേശു വിഭാവനം ചെയ്യുന്ന ആത്മീയത പിന്തുടരുവാൻ എളുപ്പമുള്ളതല്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. വീണ്ടും ജനനം ആഴമുള്ള സമർപ്പണത്തിലേക്കുള്ള ക്ഷണമാണ്. ഈ നോമ്പ് നാളുകളിൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറാനുള്ള ക്ഷണം നമുക്ക് സ്വീകരിക്കാം. ഭൂതകാലത്തിൻ്റെ പരിമിതികളാൽ ബന്ധിക്കപ്പെടാതെ ക്രിസ്തുവിൽ ജീവിച്ച് ശക്തി പ്രാപിച്ച് വീണ്ടും ജനനത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെയും സന്തോഷത്തെയും കുറിച്ച് ചിന്തിക്കാം. ആയതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.